ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇനി നടക്കാൻ പോകുന്ന 10th ലെവല്, +2 ലെവല്, ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിച്ച പാർട്ടി ഏത്? സ്വരാജ് പാർട്ടി. ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിച്ച പാർട്ടി ഏത്? സ്വരാജ് പാർട്ടി. നിസ്സഹകരണ സമരം പിൻവലിച്ച ശേഷം ആന്ധ്രയിലെ ഗോത്ര ജനത നടത്തിയ ബ്രിട്ടീഷ് വിരുദ്ധ സമരമേത്? റംപലഹള. നിസ്സഹകരണ സമരം പിൻവലിച്ച ശേഷം ആന്ധ്രയിലെ ഗോത്ര ജനത നടത്തിയ ബ്രിട്ടീഷ് വിരുദ്ധ സമരം റംപലഹള. റംപലഹള നയിച്ചതാര്? അല്ലൂരി സീതാറാം രാജു. റംപലഹള നയിച്ചതാര്? അല്ലൂരി സീതാറാം രാജു. റംപലഹളയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് വനനിയമങ്ങൾ മൂലം വനങ്ങളിൽ കാലിമേയ്ക്കാൻ അവകാശം നഷ്ടപ്പെട്ടത്, കൊള്ളപ്പലിശക്കാരുടെ ചൂഷണം. റംപലഹളയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് വനനിയമങ്ങൾ മൂലം വനങ്ങളിൽ കാലിമേയ്ക്കാൻ അവകാശം നഷ്ടപ്പെട്ടത്, കൊള്ളപ്പലിശക്കാരുടെ ചൂഷണം. ഏത് ലഹളയെ തുടർന്നാണ് 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായത്? റംപലഹള. ഏത് ലഹളയെ തുടർന്നാണ് 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായത്? റംപലഹള. റംപലഹള അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച സൈനിക വിഭാഗങ്ങൾ ഏതെല്ലാം? മലബാർ സ്പെഷ്യൽ പോലീസ്, അസം റൈഫിൾസ്. റംപലഹള അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച സൈനിക വിഭാഗങ്ങൾ ഏതെല്ലാം? മലബാർ സ്പെഷ്യൽ പോലീസ്, അസം റൈഫിൾസ്. നിസ്സഹകരണ സമരത്തിനു ശേഷം ശക്തിപ്പെട്ട വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യമെന്ത്? പൂർണ്ണ സ്വാതന്ത്ര്യം. നിസ്സഹകരണ സമരത്തിനു ശേഷം ശക്തിപ്പെട്ട വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യമെന്ത്? പൂർണ്ണ സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷൻ ഏത്? സർ ജോൺ സൈമൺ കമ്മീഷൻ. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷൻ ഏത്? സർ ജോൺ സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 7 അംഗങ്ങൾ. സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 7 അംഗങ്ങൾ. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിക്കാൻ കാരണമെന്ത്? കമ്മീഷനിലെ മുഴുവൻ അംഗങ്ങളും ബ്രിട്ടീഷുകാരായതിനാൽ. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിക്കാൻ കാരണം കമ്മീഷനിലെ മുഴുവൻ അംഗങ്ങളും ബ്രിട്ടീഷുകാരായതിനാൽ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ഏത് ദിവസമാണ് രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം ഹർത്താൽ ആചരിച്ചത്? 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ഏത് ദിവസമാണ് രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം ഹർത്താൽ ആചരിച്ചത്? 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷനെതിരായ പ്രതിഷേധ സമരത്തിൽ മുഴങ്ങിക്കേട്ട പ്രധാന മുദ്രാവാക്യം ഏത്? സൈമൺ തിരിച്ചു പോവുക. സൈമൺ കമ്മീഷനെതിരായ പ്രതിഷേധ സമരത്തിൽ മുഴങ്ങിക്കേട്ട പ്രധാന മുദ്രാവാക്യം സൈമൺ തിരിച്ചു പോവുക. സൈമൺ കമ്മീഷനെതിരായ പ്രതിഷേധ സമരത്തിനു നേരെ ഉണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് അന്തരിച്ച ദേശീയ നേതാവ് ആര്? ലാലാ ലജ്പത് റായ്. ഇതൊക്കെ മിക്ക പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യം കേട്ടോ. സൈമൺ കമ്മീഷനെതിരായ പ്രതിഷേധ സമരത്തിനു നേരെ ഉണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് അന്തരിച്ച ദേശീയ നേതാവ് ലാലാ ലജ്പത് റായ്. സമരക്കാർക്കെതിരെ എവിടെ നടന്ന ലാത്തിചാർജിലാണ് ലാലാ ലജ്പത് റായ്ക്ക് പരിക്കേറ്റത്? ലാഹോർ. സമരക്കാർക്കെതിരെ എവിടെ നടന്ന ലാത്തിചാർജിലാണ് ലാലാ ലജ്പത് റായ്ക്ക് പരിക്കേറ്റത്? ലാഹോർ. കെട്ടുറപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന്
പ്രചരിപ്പിച്ചതാര്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ. കെട്ടുറപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് പ്രചരിപ്പിച്ചതാര്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ. വിവിധ പാർട്ടികൾ എവിടെ യോഗം ചേർന്നാണ് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയത്? പൂനെ. വിവിധ പാർട്ടികൾ എവിടെ യോഗം ചേർന്നാണ് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയത്? പൂനെ. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെട്ട ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? മോത്തിലാൽ നെഹ്റു. ഇതും ഒത്തിരി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെട്ട ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരുടെ നേതൃത്വത്തിലാണ്? മോത്തിലാൽ നെഹ്റുവിൻ്റെ. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് തയ്യാറാക്കിയത് കേട്ടോ. പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ സ്വാധീനം ചെലുത്തിയ 1928 റിപ്പോർട്ട് ഏത്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ സ്വാധീനം ചെലുത്തിയ 1928 റിപ്പോർട്ട് ഏത്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. 1928 വലിയൊരു കർഷക സമരം നടന്ന പ്രദേശം ഏത്? ഗുജറാത്തിലെ ബർദോളി. 1928 വലിയൊരു കർഷക സമരം നടന്ന പ്രദേശം ഏത്? ഗുജറാത്തിലെ ബർദോളി. ബർദോളി കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇതൊക്കെ മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ബർദോളി കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി കർഷക സമരത്തിൽ വലിയ പങ്കുവഹിച്ച മറ്റ് നേതാക്കൾ ആരെല്ലാം? അബ്ബാസ് സയാബ്ജി, വിത്തൽഭായ് പട്ടേൽ. ബർദോളി കർഷക സമരത്തിൽ വലിയ പങ്കുവഹിച്ച മറ്റ് നേതാക്കൾ ആരെല്ലാം? അബ്ബാസ് സയാബ്ജി, വിത്തൽഭായ് പട്ടേൽ. ബർദോളി കർഷക സമരത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? നികുതി വർധന. ബർദോളി കർഷക സമരത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? നികുതി വർധന. നികുതി അടയ്ക്കാൻ കർഷകർ വിസമ്മതിച്ചതിനാൽ സർക്കാർ കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷികോപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്തത് ഏത് സമരത്തിനിടെയാണ്? ബർദോളി കർഷക സമരം. നികുതി അടയ്ക്കാൻ കർഷകർ വിസമ്മതിച്ചതിനാൽ സർക്കാർ കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്തത് ഏത് സമരത്തിനിടെയാണ്? ബർദോളി കർഷക സമരം. ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകിയ ദേശീയ നേതാവ് ആര്? ഗാന്ധിജി. ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകിയ ദേശീയ നേതാവ് ഗാന്ധിജി. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആര്? ജവഹർലാൽ നെഹ്റു. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആര്? ജവഹർലാൽ നെഹ്റു. 1929 ഡിസംബറിൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നതെവിടെ? ലാഹോർ. 1929 ഡിസംബറിൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നതെവിടെ? ലാഹോർ. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട സമ്മേളനം ഏത്? 1929 ലാഹോർ സമ്മേളനം. ഇതൊക്കെ മിക്ക പരീക്ഷകളിലും എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട സമ്മേളനം ഏത്? 1929 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന സമരം ആരംഭിക്കാൻ കോൺഗ്രസ് ചുമതലപ്പെടുത്തിയത് ആരെ? ഗാന്ധിജിയെ. പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന സമരം ആരംഭിക്കാൻ കോൺഗ്രസ് ചുമതലപ്പെടുത്തിയത് ആരെ? ഗാന്ധിജി. കോൺഗ്രസ് ത്രിവർണ്ണ പതാകയെ സ്വീകരിച്ച സമ്മേളനം ഏത്? 1929 ലാഹോർ സമ്മേളനം. കോൺഗ്രസ് ത്രിവർണ്ണ പതാകയെ സ്വീകരിച്ച സമ്മേളനം ഏത്? 1929 ലാഹോർ സമ്മേളനം. ഇതും മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലെ തീരുമാനപ്രകാരം ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ച ദിവസം ഏത്? 1930 ജാനുവരി 26. ഇതും മിക്ക പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലെ തീരുമാനപ്രകാരം
ഇന്ത്യ മുഴുവനും സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ച ദിവസം? 1930 ജാനുവരി 26. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതെന്ത്? 1930 ജാനുവരി 26. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതെന്ത്? 1930 ജാനുവരി 26. ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി ജാനുവരി 26 തിരഞ്ഞെടുക്കാൻ കാരണം എന്ത്? 1930 മുതൽ ജാനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആചരിച്ചു വന്ന പശ്ചാത്തലത്തിൽ. ഇതും മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി ജാനുവരി 26 തിരഞ്ഞെടുക്കാൻ കാരണമായത് എന്ത്? 1930 മുതൽ ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു വന്ന പശ്ചാത്തലത്തിൽ. നോട്ട് ചെയ്തോണം. ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി ജാനുവരി 26 തിരഞ്ഞെടുക്കാൻ കാരണം 1930 മുതൽ ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു വന്ന പശ്ചാത്തലത്തിൽ. നിയമലംഘന സമരം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി കത്തെഴുതിയത് ഏത് ബ്രിട്ടീഷ് വൈസ്രോയിക്കാണ്? ഇർവിൻ പ്രഭു. നിയമലംഘന സമരം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി കത്തെഴുതിയത് ഏത് ബ്രിട്ടീഷ് വൈസ്രോയിക്കാണ്? ഇർവിൻ പ്രഭു. ഏത് നിയമം ലംഘിച്ചുകൊണ്ടാണ് ഗാന്ധിജി നിയമലംഘന സമരം തുടങ്ങിയത്? ഉപ്പ് നിയമം. ഏത് നിയമം ലംഘിച്ചുകൊണ്ടാണ് ഗാന്ധിജി നിയമലംഘന സമരം തുടങ്ങിയത്? ഉപ്പ് നിയമം. ഉപ്പ് നിയമം ലംഘിക്കാനായി ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകരും എവിടെ നിന്നും എവിടേക്കാണ് യാത്ര ചെയ്തത്? സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക്. ഉപ്പ് നിയമം ലംഘിക്കാനായി ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകരും എവിടെ നിന്നും എവിടേക്കാണ് യാത്ര ചെയ്തത്? സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക്. ഉപ്പ് നിയമം ലംഘിക്കാനുള്ള പദയാത്രയിൽ എത്ര സന്നദ്ധ പ്രവർത്തകരാണ് ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്തത്? 78 പേര്. ഇതും മിക്ക പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. ഉപ്പ് നിയമം ലംഘിക്കാനുള്ള പദയാത്രയിൽ എത്ര സന്നദ്ധ പ്രവർത്തകരാണ് ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്തത്? 78 പേര്. ഗാന്ധിജിയും സംഘവും ദണ്ഡിയിലേക്ക് നടത്തിയ യാത്ര എത്ര ദിവസം നീണ്ടു നിന്നു? 24 ദിവസം. ഗാന്ധിജിയും സംഘവും ദണ്ഡിയിലേക്ക് നടത്തിയ യാത്ര എത്ര ദിവസം നീണ്ടു നിന്നു? 24 ദിവസം. ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചതെന്ന്? 1930 ഏപ്രിൽ 6. ഇതും മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചതെന്ന്? 1930 ഏപ്രിൽ 6. നിയമലംഘന സമരകാലത്ത് ഉപ്പ് നിർമ്മാണം ആരുടെ കുത്തകയായിരുന്നു? സർക്കാരിൻ്റെ. നിയമലംഘന സമരകാലത്ത് ഉപ്പ് നിർമ്മാണം ആരുടെ കുത്തകയായിരുന്നു? സർക്കാരിൻ്റെ. നിന്ദ്യമായ കുത്തക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഉപ്പിന്മേലുള്ള സർക്കാരിൻ്റെ കുത്തകയെ. നിന്ദ്യമായ കുത്തക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഉപ്പിന്മേലുള്ള സർക്കാരിൻ്റെ കുത്തകയെ. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് 2000-ലധികം വരുന്ന സംഘം സമരത്തിനെത്തിയതെന്ന്? 1930 മെയ് 21. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് 2000-ലധികം വരുന്ന സംഘം സമരത്തിനെത്തിയതെന്ന്? 1930 മെയ് 21. 18 വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവ് യുദ്ധങ്ങളും കലാപങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ധരാസനയിൽ ഉണ്ടായതുപോലൊരു സംഭവം ഞാൻ ദർശിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ട അമേരിക്കൻ പത്രപ്രവർത്തകൻ ആര്? വെബ് മില്ലർ. 18 വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവ് യുദ്ധങ്ങളും കലാപങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ധരാസനയിൽ ഉണ്ടായതുപോലൊരു സംഭവം ഞാൻ ദർശിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ട അമേരിക്കൻ പത്രപ്രവർത്തകൻ വെബ് മില്ലർ. ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് നടത്തിയ സമരത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? സരോജിനി നായിഡു, ഇമാം സാഹബ്. ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് നടത്തിയ സമരത്തിൻ്റെ നേതാക്കൾ ആരെല്ലാമായിരുന്നു? സരോജിനി നായിഡു, ഇമാം സാഹബ്. നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിൽ സമരത്തിന് നേതൃത്വം നൽകിയതാര്?
ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്ന വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ സമരത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇതൊക്കെ മിക്കപ്പോഴും പരീക്ഷകൾ ചോദിക്കുന്ന. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സേന ഏത്? ഖുദായി ഖിദ്മത്തുകാർ. ഇതും അതെ, മിക്കപ്പോഴും പരീക്ഷകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സേന ഏത്? ഖുദായി ഖിദ്മത്തുകാർ. നിയമലംഘന സമരകാലത്ത് വടക്കുകിഴക്കൻ ഇന്ത്യയിൽ സമരം നയിച്ചത് ആര്? റാണി ഗേഡിലു. ഇതും മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. നിയമലംഘന സമരകാലത്ത് വടക്കുകിഴക്കൻ ഇന്ത്യയിൽ സമരം നയിച്ചത് ആര്? റാണി ഗൈഡുലു. അപ്പോൾ ഓർത്ത് വെച്ചോണം, നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിൽ സമരത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്. നിയമലംഘന സമരകാലത്ത് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ സമരം നയിച്ചത് റാണി ഗൈഡിലു. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നിയമലംഘന സമരകാലത്ത് അറസ്റ്റിലാവുകയും തുടർന്ന് യൗവനകാലം മുഴുവൻ ജയിലിൽ കഴിയുകയും ചെയ്ത വനിതയാര്? റാണി ഗൈഡിലു. നിയമലംഘന സമരകാലത്ത് അറസ്റ്റിലാവുകയും തുടർന്ന് യൗവനകാലം മുഴുവൻ ജയിലിൽ കഴിയുകയും ചെയ്ത വനിതയാര്? റാണി ഗൈഡിലു. ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതെന്ത്? 1925 മാർച്ച് 12. മിക്കപ്പോഴും BSc പരീക്ഷകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതെന്നത് 1925. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതെന്ന് 1925 മാർച്ച് 12. ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച നടന്നതെവിടെ? വർക്കല ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരം. ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച നടന്നതെവിടെ? വർക്കല ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരം. ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച ഒരു നൂറ്റാണ്ട് തികഞ്ഞതെന്ന്? 2025 മാർച്ച് 12. ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച ഒരു നൂറ്റാണ്ട് തികഞ്ഞതെന്ന്? 2025 മാർച്ച് 12. ഓക്കെ, എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്